2013 ഞാൻ തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്തു വരുന്ന കാലത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ പെരുമ്പിലാവ് ഭാഗത്ത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരു പ്രദീപ് റോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 24-കാരൻ അദ്ദേഹം ജോലി ചെയ്യാൻ വന്ന കട്ടക്കമ്പനിയുണ്ട്, ഹോളോ ബ്രിക്സ് കമ്പനിയിലെ, ആ കമ്പനിയിലെ ബിൽഡിങ്ങിനകത്ത് അതിൻ്റെ കൊലായിൽ അതിൻ്റെ മെയിൻ സ്ഥലത്ത് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുകയാണ്. അപ്പോൾ തലേ ദിവസം രാത്രിയാണ് ഈ പ്രദീപ് റോയ് അവിടെ ജോലിക്കായി വരുന്നത്. പിറ്റേ ദിവസമാണ് ആ കമ്പനിയുടെ ഉദ്ഘാടനം. പിറ്റേ ദിവസം മുതൽ ഉദ്ഘാടനം ചെയ്യാണ്. അപ്പോൾ സ്ഥിരം ജോലിക്കായിട്ട് അവിടെ വരികയാണ്. തലേ ദിവസം അതിൻ്റെ ഉടമസ്ഥരൊക്കെ കൊണ്ടുവന്ന് അതിനെ അവിടെ റൂമൊക്കെ കൊടുത്ത് താമസിപ്പിക്കുന്നു. പിറ്റേ ദിവസം ഗണപതി ഹോമം നടക്കുന്നതാണ്. അന്നത്തെ ദിവസം ഗണപതി ഹോമം നടത്തി അവന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ തലേ ദിവസം രാത്രി ഈ പ്രദീപ് റോയ് അവിടെ വരുന്നു, റൂമിൽ താമസിക്കുന്നു. പിറ്റേ ദിവസം കാലത്ത് ഗണപതി ഹോമത്തിനായിട്ട് പൂജാരിയും മറ്റതിൻ്റെ കമ്പനിയുടെ ഉടമസ്ഥരെ കൂടിയിട്ട് സംഭവ സ്ഥലത്ത് വരുമ്പോൾ ഗണപതി ഹോമം നടക്കേണ്ട ആ സ്ഥലത്ത്, ആ തറയിൽ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിനകത്ത് അവിടെ ഇദ്ദേഹം ഈ പ്രദീപ് റോയ് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നു. വാർത്തയായി. അവർ പോലീസ് സ്റ്റേഷനിൽ വന്നു, പരാതിയായി, കേസായി, കേസ് രജിസ്റ്റർ ചെയ്തു. പ്രത്യക്ഷത്തിലെ അത് കൊലപാതകമായതിൻ്റെ പേരിൽ 302 കൊലപാതകത്തിന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം ആരംഭിച്ചു. ആ സമയത്ത് എസ് പി അദ്ദേഹം പറഞ്ഞു, അഷ്റഫെ, ഇങ്ങനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒന്ന് പോയി അന്വേഷിച്ച് കാര്യങ്ങൾ നോക്ക്, എന്ന് ആരാണ് എന്താണെന്നറിയി, അത് എൻ്റെ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തണം എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശം കിട്ടുന്നു. ഞാനും എൻ്റെ ടീമിലുള്ള സുദേവ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം നേരെ സ്ക്വാഡ് അംഗങ്ങളെല്ലാവരും ഈ പറഞ്ഞ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വന്നു. അവിടുന്ന് ശേഷം നമ്മൾ ഈ പെരുമ്പിലാവിൽ വന്നു അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ കുറേ അന്വേഷിച്ചിട്ട് ആർക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും കൊലപാതകം കഴുത്തറുത്ത് കൊന്നിരിക്കുകയാണ്. ഇവൻ തലേ ദിവസം വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവന് ശത്രുക്കൾ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. കുറേ ആളുകളുടെ നിഗമനം ഇതിൻ്റെ ഉടമസ്ഥരുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ മുകളിൽ കമ്പനി തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതോ മറ്റു കട്ട കമ്പനിക്കാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോ ചെയ്തിരിക്കാനാണ് സാധ്യത എന്ന് നാട്ടിൽ കുറേ ആളുകൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള സംസാരങ്ങൾ നടക്കുന്നു. ഞങ്ങൾ പരിസരത്തൊക്കെ അന്വേഷിച്ച് യാതൊരു തെളിവും കാര്യങ്ങളൊന്നും അപ്പം കിട്ടിയില്ല. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് അപ്പുറത്ത് മാറിയിട്ടുള്ള ഒരു വീട്ടിലെ ഔട്ട് ഹൗസിൽ താമസിക്കുന്നുണ്ട്. അയാളും ജൽപായ്ഗുഡി, ഇപ്പം ജൽപായ്ഗുഡിയാണെന്ന് തോന്നുന്നു, വെസ്റ്റ് ബംഗാളിലെ ജൽപായ്ഗുഡിയാണ് അവനും. ഇവർ രണ്ടുപേരും അവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഹിന്ദിക്കാരനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അയാൾ മറ്റേ ആ ജൽപായ്ഗുഡിക്കാരൻ തന്നെ ആയിട്ടുള്ള വെസ്റ്റ് ബംഗാളുകാരനാണെന്നും ഒരു 20 വയസ്സുകാരനാണ്. അയാളുടെ പേര് സോണറ്റ് റോയോ അങ്ങനെ എന്തോ സോണറ്റ് റോയ് എന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ ഒരു പേരുകാരനാണ്. അവനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവനെ വിളിച്ചു വരുത്തി, അവനെ ഞങ്ങൾ കൊണ്ടുവന്നു, ചോദ്യം ചെയ്തു, വിശദമായി കുറേ നേരം ചോദ്യം ചെയ്തു. അപ്പോൾ അവൻ്റെ സംസാരത്തിൽ മറ്റു സംശയങ്ങളൊന്നും തോന്നിയില്ല. പക്ഷേ അവൻ പറയുന്നുണ്ട് ഇവൻ്റെ കൂട്ടുകാർ അവിടെ ഉണ്ട്, അവർ വന്നിരുന്നു, അവർ അന്വേഷിച്ചിരുന്നു, ഇവരന്വേഷിച്ചിരുന്നു എന്നുള്ള കുറേ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ആ കഥകളൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാൻ നമ്മൾ നോക്കിയിട്ടും അതൊന്നും നടന്നില്ല. പക്ഷേ ഇവൻ്റെ സംസാരത്തിലോ പ്രവൃത്തിയിലോ അവൻ്റെ വീട്ടുകാരും അവൻ്റെ ഹൗസ് ഓണേഴ്സുമായി ബന്ധപ്പെട്ടിട്ടോ യാതൊരു സംശയങ്ങളും പറയുന്നില്ല. ഇപ്പം കാലങ്ങളായി അവിടെ താമസിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇവനെ കുറേ നേരം ചോദ്യം ചെയ്തതിനു ശേഷം DYSP സാറോട് ചോദിച്ചു. അന്ന് DYSP ഇബ്രാഹിം സാറായിരുന്നു, കുന്നംകുളം DYSP. ഇബ്രാഹിം സാറ് ചോദ്യം ചെയ്യാണ്ടായിരുന്നു. അതിന് ശേഷം ഇബ്രാഹിം സാറ് പറഞ്ഞ അഷ്റഫെ അവനെ വിട്ടുകൊടുക്ക്, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാം, എന്തെങ്കിലും വരുമ്പോൾ അവനെ വീണ്ടും എടുക്കാം, അവനെ നമുക്ക് പിടിച്ചു നിർത്തണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അവനെ വിട്ടുകയും ചെയ്തു. ഇവൻ്റെ മൊഴികളിൽ അത്ര സംശയം തോന്നിയില്ല. എന്നാൽ ഇവൻ പറയുന്ന ചില കഥകൾ എന്തിനാണ് ആ കഥകൾ അങ്ങനെ പറയുന്നൊരു മനസ്സിലൊരു തോന്നലും വന്നു. എന്നാലും നമ്മളവനെ വിട്ടു. DYSP സാറ് പറഞ്ഞതിന് ശേഷം അവനെ വിട്ടുകൊടുത്തു. രാത്രി ആയാലും പിന്നെ അനാവശ്യമായിട്ട് വെച്ചിരിക്കേണ്ട. അവൻ്റെ ഹൗസ് ഓണർമാരും അവൻ്റെ വീട്ടുടമകളൊക്കെ പറഞ്ഞു, അവരങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല, ഞങ്ങളുടെ അടുത്ത് ഇത്ര കൊല്ലങ്ങളായിട്ട് താമസിക്കുന്നതാണ്, അവൻ തലേ ദിവസം വന്നിട്ടുള്ള ആളാണ്, അവന് എന്താ പറ്റിയെന്നറിയില്ല എന്നൊക്കെയുള്ള സംസാരങ്ങളായതിൻ്റെ പേരിൽ അത് നമ്മൾ വിട്ടുകൊടുത്തു. വീണ്ടും കേസ് അന്വേഷിച്ചു. പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം നമ്മൾ അന്വേഷിച്ച് വന്നപ്പോൾ സോണറ്റ് റോയ്, ഈ കൊല്ലപ്പെട്ട വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന മറ്റൊരു വീടിൻ്റെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന സോണറ്റ് റോയ് ഒരു ദിവസം കാണാതാവുകയാണ് അവിടുന്ന്. അപ്പോൾ അവൻ നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് എവിടേക്കോ പോയി, തൃശ്ശൂർക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയി. അതിൽ വീട്ടുകാരോട് പറയാതെ പോയി എന്നാണ് പറയുന്നത്.
അപ്പോൾ അവർ പറഞ്ഞു സോണറ്റ് റോയിനെ ഇവിടുന്ന് വീട്ടുകാർ ഞങ്ങളോടൊന്നും പറയാതെ ഇവിടുന്ന് കാണുന്നില്ല, അപ്പോൾ എവിടെയൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സോണറ്റ് റോയുടെ അവിടെ വീടിൻ്റെ പരിസരത്ത് ചെന്ന് അന്വേഷിച്ചു, ആ ഭാഗത്ത് നോക്കി. അങ്ങനെ സോണറ്റ് റോയുടെ വീടും പരിസരവും ഞങ്ങൾ പരിശോധിച്ചു, ആ താമസ സ്ഥലവും പരിശോധന വിശദമായിട്ടൊന്ന് കയറി പരിശോധിച്ചപ്പോഴാണ് ബാത്റൂമിനകത്തുനിന്ന് കൊല്ലപ്പെട്ടവൻ്റെ പേഴ്സിൻ്റെ ഡേറ്റ് ആ കാര്യങ്ങളും അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളും ബാത്റൂമിലിട്ടിരിക്കുന്ന നിലയിൽ വെള്ളത്തിലിട്ടിരിക്കുന്ന നിലയിൽ കണ്ടു. അതെടുത്ത് പരിശോധിച്ചപ്പോൾ പേഴ്സും കാര്യങ്ങളും കാണുന്നത്. അതെടുത്ത് പരിശോധിച്ചപ്പോഴാണ് അത് കൊല്ലപ്പെട്ട ആളുടെ എന്ന് മനസ്സിലായത്, പേരും കാര്യങ്ങളൊക്കെ. സംശയമൊക്കെ ഇവനെ സംശയിച്ചു. ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോയിരിക്കുകയാണ്, എവിടേക്കാണ് പോയിരിക്കണമെന്ന് അറിയില്ല. ഈ വിവരം DYSP വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെ അവൻ്റെ താമസ സ്ഥലത്ത് നിന്ന് നമുക്ക് റൂമിൽ നിന്ന് ഈ കൊല്ലപ്പെട്ടവൻ്റെ രേഖകളെന്ന് സംശയിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, പേഴ്സുകളും കാര്യങ്ങളും മറ്റു സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സാറ് പറഞ്ഞു വിട്ടിട്ടുള്ള സോണറ്റ് റോയുടെ ബാത്റൂമിനകത്ത് നിന്നാണ് കിട്ടിയിരിക്കുന്നത് സാർ, അവനെ സംശയിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. ഉടനടി സാറാണല്ലോ പറഞ്ഞു വിട്ടു. സാറിന് ആകെ ഇതായി, പറഞ്ഞു വിടലും ചെയ്തു. അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. ലൊക്കേഷൻ ഞങ്ങൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് ഒരിക്കൽ കണ്ട്. പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫാണ്. DYSP സാർ എന്നെ തൃശ്ശൂർ ടൗണിൽ കൂടെയും റെയിൽവേ സ്റ്റേഷനിലും എല്ലാ ഭാഗത്തും മോട്ടോർ സൈക്കിളിൽ DYSP സാർ അന്വേഷിച്ചിട്ട് ഇറങ്ങി. ഞങ്ങളിവിടുന്ന് വേഗം കുന്നംകുളത്ത് നേരെ തൃശ്ശൂർ പോയി. ഞങ്ങളും തൃശ്ശൂരും പരിസരങ്ങളിലും എല്ലാ ഭാഗത്തും അന്വേഷിച്ചു. ഇവനെക്കുറിച്ചൊരു ഐഡിയയും കിട്ടിയില്ല, ഇവനെ കണ്ടെത്തുന്നില്ല. ഇവൻ്റെ കമ്മ്യൂണിക്കേഷനുമായി ഇല്ല, അവൻ ഫോൺ സ്വിച്ച് ഓഫാണ്. ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ കരുതി ഇവൻ തന്നെ കുറ്റകൃത്യം ചെയ്ത് പിന്നെ എസ്കേപ്പ് ആയിരിക്കുന്നു എന്നുള്ള ബോധ്യം വന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒരു 7 മണിയോടടുത്ത സമയമാണെന്ന് തോന്നുന്നു, ആ ഹൗസ് ഓണർ വിളിച്ചു പറഞ്ഞു, സാർ ഇവ സോണച്ചിവിടെ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നും മിണ്ടണ്ട, അവനോട് ഒരു കാര്യം സംസാരിക്കേണ്ട, അവിടെ നിൽക്കട്ടെ, ഞങ്ങളിതാ വരുന്നു പറഞ്ഞു. ഞങ്ങൾ നേരെ തൃശ്ശൂരിൽ നിന്ന് മടങ്ങി ഞങ്ങൾ നേരെ വന്ന് അവിടെ വന്ന് കുന്നംകുളത്ത് വന്ന് അവനെടുത്തു, പെരുമ്പിലാവ് വന്ന് അവനെടുത്തു, നേരെ DYSP ഓഫീസിൽ കൊണ്ടുവന്നു. ഈ കാര്യങ്ങൾ ചോദിച്ചു. മുൻപ് പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ അതങ്ങനെയാണ് ഇങ്ങനെയാണ് ആ കഥ ഈ കഥയൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ റൂമിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ കണ്ട് വിശദമായി ചോദിച്ചു, കാണിച്ചു കൊടുത്ത് അവനോട് വിശദമായ ചോദ്യം ചെയ്ത് നടത്തിയപ്പോഴാണ് അവൻ സാർ ഞാനൊക്കെ പറയാം സാർ, എല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലാണ് പറയുന്നത്. അല്പം മലയാളം പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദി മലയാളമൊക്കെ ചേർത്തിട്ട് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഇവനും ഈ രണ്ടും ജൽപായ്ഗുഡി ജില്ലക്കാരാണ്, രണ്ട് ഗ്രാമവാസികളാണെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഈ കൊല്ലപ്പെട്ടവൻ കുറേ പൈസ ഇവന് കൊടുക്കാനുണ്ട്. ഇവൻ്റെ കല്യാണത്തിന് പോകാൻ ഇവന് പൈസ ഇല്ല. പെണ്ണ് കല്യാണം കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഇവനോട് പൈസ ചോദിച്ചു. ഇവൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷേ അവൻ കൊടുത്തില്ല എന്നുള്ള പ്രശ്നങ്ങളും വാക്ക് തർക്കങ്ങളും അന്ന് രാത്രി ഉണ്ടായി എന്നാണ് അറിയുന്നത്. ഇവൻ കൺഫസ് ചെയ്ത്. അപ്പോൾ അതിനുശേഷം അവൻ ഉറങ്ങാൻ കിടന്നു. ഇവൻ തിരിച്ചു പോന്നു. ഇവിടെ വന്നിട്ട് കത്തി എടുത്തിട്ട് പോയിട്ട് വീണ്ടും ഈ കൃത്യം ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് കത്തിയൊക്കെ ഇവിടെ വൈക്കോൽ കൂനയ്ക്കിടയിൽ വെച്ചിട്ടുണ്ട്, വീടിനകത്ത് ഇവിടെ താമസിക്കുന്ന വീടിൻ്റെ വൈക്കോൽ കൂനയ്ക്കിടയിലും അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ള മൊഴിയൊക്കെ തന്നു. അങ്ങനെ ഇവൻ കുറ്റം സമ്മതിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിലും കാര്യങ്ങളിലും ഇവൻ കുറ്റം സമ്മതിച്ചു. കാര്യങ്ങൾ പേഴ്സിലുണ്ടായിരുന്ന പൈസ എടുത്തു. ആ പേഴ്സിൻ്റെ സാധനങ്ങളൊക്കെ ബാത്റൂമിലുണ്ടായിരുന്നത് കൃത്യം ചെയ്ത് ഇവരാണെന്നുള്ളതും ഉറപ്പിച്ച് പറഞ്ഞു. ആ കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു. അവനെ അറസ്റ്റ് കാണിച്ചു, കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ നമ്മുടെ സാധാരണഗതിയിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഡിറ്റക്ഷൻ ആയിടുമ്പോൾ ഞങ്ങൾ സ്ക്വാഡുകാരെല്ലാം മടങ്ങി. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൺസെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ അതാരാണോ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റൈറ്ററായിട്ടുള്ള ആളുകളാണ് ആ ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ചേർന്നിട്ടാണ്. അപ്പോൾ തെളിവ് ശേഖരണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത്. ഞങ്ങളിതിൻ്റെ ഡിറ്റക്ഷൻ കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ ലവണത്തിലേക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് ഞങ്ങൾ മടങ്ങി, ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മടങ്ങി. കൊല്ലങ്ങൾ കുറച്ച് കഴിഞ്ഞു. ഞാനൊരു ദിവസം ഇതേമാതിരിക്ക് ഒരു സെഷൻസ് കോടതിയിൽ ഒരു കേസിന് വേണ്ടി പോയതാണ്, മൊഴി പറയാൻ വേണ്ടി പോയതാണ്. അന്ന് ഒരു 8 കൊല്ലമായി കാണണം, അതിനുശേഷമാണെന്ന് തോന്നുന്നത് സോണറ്റ് റോയിനെ ഇരിക്കുന്നു. അവൻ എന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അവൻ വേഗം എൻ്റെ അടുത്തേക്ക് വന്നു, സാർ ഞാൻ സോണറ്റാണ്. അപ്പോൾ ആ കേസിൽ അവന് ജീവപര്യന്ത തടവ് കിട്ടി. എന്നിട്ട് ജാമ്യം കിട്ടാണ്ട് ജീവപര്യന്തം തടവും കിട്ടി, ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അവനെ കൊണ്ടുവന്നിരിക്കുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് സംസാരിച്ചു. പിന്നീട് ഞാൻ അവനെ സംസാരിക്കേണ്ടതില്ല. പക്ഷേ പിന്നീട് ഞാൻ പേപ്പറിൽ വായിച്ചു ഈ കേസ് 8 കൊല്ലത്തെ കഴിഞ്ഞ് 9 കൊല്ലത്തെ കഴിഞ്ഞതിന് ശേഷം ഒരു അപ്പീൽ പോയി, ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ട് ആ കേസ് തള്ളിപ്പോയി എന്നാണ് ഞാൻ പിന്നെ പേപ്പറിൽ വായിച്ചിട്ടുള്ളൂ. എനിക്ക് മറ്റേ അതിൻ്റെ ജഡ്ജ്മെൻറ്റൊന്നും ഞാൻ നേരിട്ട് കാണുന്ന കാര്യങ്ങളുണ്ടായില്ല. പിന്നെ ഞാൻ അന്വേഷിക്കാനും നിന്നിട്ടില്ല. പക്ഷേ പേപ്പറിൽ വായിച്ചപ്പോൾ ഞാൻ പല ക്ലാസ്സുകളിലും അത് പറയാറുണ്ട്.
പോലീസ് ഓഫീസർമാരുടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പോലീസ് അക്കാദമിയിലെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് ഞാൻ. പേപ്പറിൽ വായിച്ച ആ വിവരം വെച്ചിട്ട് ഞാൻ പറയുന്നത് അതിന് ഹൈക്കോടതി അത് തള്ളിക്കളയാനുണ്ടായ സാരം എൻ്റെ കൺഫെഷൻ പ്രകാരമാണല്ലോ നമ്മൾ ഈ എവിഡൻസുകൾ കളക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. മറ്റ് ദൃക്സാക്ഷികളില്ല, മറ്റ് യാതൊരു എവിഡൻസും ഇല്ല. ഇവൻ പറഞ്ഞ കൺഫെഷൻ പ്രകാരമാണ് ഇതിൻ്റെ എവിഡൻസ് കളക്ഷൻ മൊത്തം നടന്നിരിക്കുന്നത്. പക്ഷേ ആ കൺഫെഷൻ എഴുതിയിരിക്കുന്നത് അവൻ്റെ ഭാഷയിലല്ല. ഹൈക്കോടതി കണ്ടത് അതാണ്. അവൻ പറഞ്ഞ ഭാഷയിലല്ല കൺഫെഷൻ. മലയാളത്തിൽ, പച്ച മലയാളത്തിൽ, നമ്മുടെ പോലീസിൻ്റേതായ ഒരു ഭാഷയിൽ പച്ച മലയാളത്തിൽ കൺഫെഷൻ എഴുതി വച്ചിരിക്കുന്നു. അത് ശരിയല്ല, ആ കൺഫെഷൻ സാധൂകരിക്കുന്നതല്ല എന്നാണ് കോടതി കണ്ടെത്തിയതായിട്ട് അന്ന് ഞാൻ പേപ്പറിൽ വായിച്ചു. ആ കൺഫെഷനുമായി ബന്ധപ്പെട്ടാണ് പിന്നെ എവിഡൻസ് കളക്ഷനൊക്കെ ഉണ്ടായിരിക്കുന്നത്. കൃത്യം ചെയ്ത് കണ്ട് നേരിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ പേരിലും നേരിട്ട് കണ്ട സാക്ഷികളില്ലാത്തതിൻ്റെ പേരിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ട്രയൽ കോടതിയുടെ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് മറ്റേ ഈ ലൈഫ് ടൈം പണിഷ്മെൻറ്റ്, ജീവപര്യന്തം തടവ് കൊടുത്തത് ഹൈക്കോടതി അത് ക്യാൻസൽ ചെയ്തു. പക്ഷേ സോണറ്റ് റോയി അപ്പോഴേക്കും 8 വർഷമോ 9 വർഷം 10 അങ്ങനെ ആ വർഷം അത്രയും വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് അവൻ റിലീസായി പോയത്. അപ്പോൾ ഞാൻ എല്ലാവരും പിന്നീടുള്ള ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, കൺഫെഷൻ എഴുതുമ്പോൾ പ്രതിയുടെ ലാംഗ്വേജിൽ തന്നെ എഴുതിയിരിക്കണം. പ്രതിയുടെ ലാംഗ്വേജ് മീൻസ് അത് നമ്മൾ മലയാളത്തിൽ എഴുതിയാൽ മതി, പക്ഷേ പ്രതി പറയുന്നത് അതേപോലെ എഴുതിയിരിക്കണം, നമ്മുടെ ഭാഷയിലാവരുത് എന്ന് ഞാൻ പല ആളോടും ക്ലാസ്സിൽ പിന്നീട് പറയാറുണ്ടത്. പിന്നീടല്ല എനിക്കത് അനുഭവമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗോവിന്ദസ്വാമി കേസിൽ ഞങ്ങളൊക്കെ കൺഫെഷൻ എഴുതിയിരിക്കുന്നത് ഗോവിന്ദസ്വാമിയുടെ ഭാഷയിലാണ്. ഗോവിന്ദസ്വാമി എന്താണോ പറഞ്ഞത് അതുപോലെയാണ് നമ്മൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ആ ലാംഗ്വേജ് അങ്ങനെയാണ് എഴുതേണ്ടത് കൺഫെഷൻ. എന്നാലാണ് അത് മറ്റേ നിയമപ്രകാരം ശരിയാവുമോ. അതാണ് കോടതിയും കണ്ടെത്തിയത്. നമ്മൾ അവനൊരു ഭാഷയിൽ പറഞ്ഞു, അവനൊരു വാക്ക് പറഞ്ഞ് പോലീസിൻ്റെ ഭാഷയിൽ, പോലീസിൻ്റെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ രീതിയിൽ നമ്മൾ കൺഫെഷൻ എഴുതിയാൽ അത് ഇത്തരത്തിൽ തെളിവുകൾ നശിക്കാൻ മറ്റേ അസാധുവായി പോകാൻ സാധ്യതയുണ്ട്. ഈ കേസിലും പിന്നീട് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. പക്ഷേ സോണറ്റ് റോയി ഒരു 8 വർഷം 9 വർഷത്തോളം ജയിലിൽ കടന്നതിന് ശേഷമാണ്, അപ്പീൽ വന്നതിന് ശേഷമൊക്കെയാണ് ആ കേസ് ഇങ്ങനെ തള്ളിക്കളഞ്ഞ് സോണറ്റ് റോയി രക്ഷപ്പെട്ടതായിട്ട് പേപ്പറിൽ ഞാൻ വായിക്കാണ്ട്. അതൊരു എന്താ പറയുക, 20 വയസ്സുകാരൻ അന്ന് ജയിലിൽ പോയത് അവൻ്റെ കല്യാണത്തിന് സമയത്ത് സാമ്പത്തികം കൊടുക്കാനുള്ളത് തിരിച്ചു ചോദിച്ചപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലാണ്. പക്ഷേ നമുക്ക് ആദ്യഘട്ടത്തിലുള്ള അന്വേഷണത്തിലൊന്നും ഇവർ തമ്മിൽ ബന്ധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലായില്ല. അഡ്രസ്സൊക്കെ എഴുതി വന്നപ്പോൾ ചോദ്യങ്ങളും കാര്യങ്ങളും വന്നപ്പോഴാണ് ഇവർ രണ്ടുപേരും ജൽപായ്ഗുഡി ജില്ലക്കാരാണെന്നൊക്കെ മനസ്സിലായത്, അവിടുത്തെ ഗ്രാമവാസികളാണെന്നൊക്കെ മനസ്സിലായത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 2012 ഞാൻ ചേലക്കര CIയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇങ്ങനെ ജോലി ചെയ്തു വരുന്ന കാലത്താണ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിരവധി വാഹനങ്ങൾ, MIT, മോട്ടോർ സൈക്കിള്, ലോറികൾ, ജീപ്പുകൾ, മറ്റ് നിരവധി വാഹനങ്ങൾ ഇങ്ങനെ മോഷണം പോയതായിട്ട് നമുക്ക് ഒരു വിവരം കിട്ടുന്നത്. കാരണം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലും പഞ്ചായത്ത് കോമ്പൗണ്ടിലും പുഴയുടെ തീരത്തും റോഡ് സൈഡുകളിലായിട്ട് 100 കണക്കിന് വാഹനങ്ങളാണ് പിടിച്ചിട്ടിരിക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ. അത് ഒക്കെ മിക്കവാറും എല്ലാം മണലുമായി ബന്ധപ്പെട്ട കേസിലാണ്. മണലുമായി ബന്ധപ്പെട്ട MMDR ആക്ട്, ഇപ്പം MMDR ഉണ്ടോ എന്നുള്ളത് അറിയില്ല, മണലുമായി ബന്ധപ്പെട്ട കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള വാഹനങ്ങളാണ് മൊത്തം. ഈ വാഹനങ്ങൾ മിക്കവാറും വാഹനങ്ങൾക്ക് RC ഓണർ ഉണ്ടാവാറില്ല. ഈ പിടിക്കപ്പെടുന്ന വാഹനങ്ങൾ ഇവിടെ കൊടുന്ന് ഡംപ് ചെയ്യും. അങ്ങനെ കേസിൻ്റെ നമ്പർ ഇടും, കേസിന് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് വയ്ക്കും, അതവിടെ സൂക്ഷിച്ച് വയ്ക്കും. പക്ഷേ പഞ്ചായത്തിലൊക്കെ കിടക്കുന്ന വാഹനങ്ങൾ പിന്നീട് ഇവർ മോഷണം നടത്തി കൊണ്ടുപോവാണ്. അത് നിരന്തരമായിട്ട് അങ്ങനെ ഒരു മോഷണം നടക്കുന്നുള്ളൊരു വിവരം കിട്ടി. അന്വേഷിച്ച് അതിന് പരിശോധിച്ച് വന്നപ്പോഴാണ് ചെറുതുരുത്തി കലാമണ്ഡലത്തിനടുത്തുള്ള ഒരു ഷജീർ എന്ന് പറഞ്ഞൊരു പയ്യനെ പിടികൂടുകയാണ്. 19 വയസ്സുകാരനെ ഷജീർ. അപ്പോൾ അവനെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം, പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിരവധി വാഹനങ്ങൾ, ഡസൻ കണക്കിന് വാഹനങ്ങൾ അവനും കൂട്ടാളികളും മോഷണം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നു. പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡിയിലുള്ളത് എന്ന് പറഞ്ഞാൽ അത് പോലീസ് സ്റ്റേഷനിലുള്ളതുണ്ട്, പോലീസ് സ്റ്റേഷൻ്റെ പുറകുവശത്ത് കൂടെ എടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ പഞ്ചായത്തിൽ കിടക്കുന്നുണ്ട്, അവിടുന്ന് കുറേ മാറിയിട്ട് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ കിടക്കുന്നുണ്ട്, റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട്,
പുഴയുടെ തീരത്ത് കിടക്കുന്നുണ്ട്. ഇതൊന്നും പോലീസിൻ്റെ നിരീക്ഷണത്തിൽ വരുന്നതല്ലേ, അതുകൊണ്ട് വിട്ട് കിടക്കുന്നതല്ലേ. ഇതൊക്കെ അവരെടുത്തിട്ട് പോവുക, എന്നിട്ട് മറിച്ച് വിൽക്കുക, എന്നിട്ട് അതിൽ മണലടിക്കുക, അത് പിടിക്കപ്പെടുമ്പോൾ അത് ഉപേക്ഷിച്ച് പോവുക. അങ്ങനെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. വീണ്ടും എടുക്കുക, വീണ്ടും മോഷ്ടിക്കുക, അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു. അത് നോക്കിയപ്പോഴാണ് ഷജീർ എന്നും കൂട്ടാളികളാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഷജീറിനെ പിടിച്ചു. ഷജീർ അന്ന് 19 വയസ്സുകാരനാണ്. ഷജീറിൻ്റെ കൂടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മജീദാണ്. മജീദ് ഇപ്പോൾ മരണപ്പെട്ടു പോയി തോന്നുന്നുണ്ട്, ഒരു റൺ ഓവറായിട്ട് മരണപ്പെട്ടു പോയി. പിന്നെ ഒരാളുള്ളതൊരു മണിയാണ്. പിന്നൊരു വിജയനുണ്ട്. ഈ വിജയൻ്റെ ജ്യേഷ്ഠനെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഒരു മർഡർ കേസിൽ, ഒരു കൊലപാതക കേസിൽ പിടിച്ച് ജയിലിലാണ്. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ച് ജയിലിലാണ്. ഇങ്ങനെ ഇത്രയും പേരുകളെ അന്ന് ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ച് ചോദ്യം ചെയ്തു. അത് ചെയ്തപ്പോൾ ഇവരെല്ലാം കൃത്യമായി പറഞ്ഞു. എല്ലാ മോഷണ കേസുകളും ഇവരാണ് ചെയ്തതെന്ന് ബോധ്യപ്പെട്ടു. വിറ്റ വണ്ടികളൊക്കെ ഇവരുമായി പോയി ഈ കസ്റ്റഡിയിലെടുത്തു, കൊണ്ടുവന്നു, തെളിവ് കാര്യങ്ങളൊക്കെ ഇവർക്കെതിരെ കേസെടുത്തു. അതിൽ ഷജീറിൻ്റെ അനിയൻ പിന്നീട് വലിയ ക്രിമിനലുകളായി ഇപ്പോൾ സ്റ്റേഷൻ അതിർത്തിയിലെ ഗുണ്ടാ ലിസ്റ്റിൽ പെട്ട് കിടക്കുന്ന ആളുകളാണ്. ഷജീറും അവൻ്റെ ഒരു അനിയനുണ്ട്. മയക്കുമരുന്ന് കേസുകൾ, കഞ്ചാവ് കേസുകൾ, കൊലപാതക കേസുകളടക്കം ഇപ്പം നിരവധി കേസുകളിൽ. ഇപ്പോൾ ഈ അടുത്ത ഒരു മാസം മുമ്പ് തന്നെ ഒരു റോബറി തട്ടിക്കൊണ്ടുപോയി പൈസ കവർന്ന് വാഹനം കവർന്നിട്ടുള്ളൊരു കേസിൽ ഷജീർ വീണ്ടും അകത്ത് പോയിരിക്കുകയാണ്. അതിൻ്റെ ഒരു 10 ദിവസം മുമ്പാണ് ഈ ഗുണ്ട ആക്റ്റിൽ പുറത്തിറങ്ങിയത് ആൾ. അതിന് മുന്നേ വേറെ ആളെ ഇതുവരെ തട്ടിക്കൊണ്ടുപോയി കൊല നടത്തിയിട്ടുള്ള കേസിൽ പ്രതിയായി. നിരവധി മയക്കുമരുന്ന് കേസുകൾ പ്രതിയായി. ഈ ഷജീറും ഷജീറിൻ്റെ ഉപ്പ, ഷജീറിൻ്റെ അനിയൻ, ഷജീറിൻ്റെ വല്യമ്മ, ഇവരൊക്കെ ഈ മയക്കുമരുന്ന് കേസുകൾ, കഞ്ചാവ് വിൽപ്പന കേസുകളിലൊക്കെ പ്രതിയാണ്. തമിഴ്നാട്ടിൽ നിന്നും മറ്റുമായിട്ട് ഇവരുടെ വല്യമ്മ സ്ഥിരമായിട്ട് കഞ്ചാവ് കൊണ്ടുവരുന്ന ആളായിരുന്നു. അതിന് നിരവധി കേസുകൾ അവരുടെ പേരിലുണ്ട്. അത്തരത്തിലൊരു വലിയ ഒരു ക്രിമിനലായിട്ട് ഇവർ രണ്ടുപേരും വളർന്നു. പോലീസിനെതിരെയുള്ള ആക്രമണം. ഒരു ഷെയ്ഖ്, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കൂടെ എപ്പോഴും സ്ക്വാഡിലുണ്ടാകുന്ന ഷെയ്ഖ്, ആ ചെറുത്തി പിന്നീട് സ്ക്വാഡിൽ നിന്നൊക്കെ വിട്ട് ചെറുത്തി SI ആയി ജോലി ചെയ്യുന്ന സമയത്ത് ഷെയ്ഖിനെതിരെ കത്തി വീശി കൊല്ലാൻ ശ്രമിച്ച് അറസ്റ്റ് ചെയ്യാൻ ചെന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി കേസുകളിൽ ഇവനെ സംശയിക്കുന്നുണ്ട്. 2018 88/2018 19 അങ്ങനെ ഒരു കേസുണ്ട്, ഒരു മർഡർ കേസ് ചെറുത്തി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ. ഞാനത് കുറേ അന്വേഷിച്ചതാണ്, കണ്ടെത്താൻ കഴിയാത്തൊരു കേസായിരുന്നു അത്. ആ കേസിൽ പുഴയിലൊരു ബോഡി കിട്ടുകയാണ്. ഭാരതപ്പുഴയിൽ അമ്പലത്തിനോട് ചേർന്നിട്ട് തൃശ്ശൂരിൻ്റെ ഭാഗത്തേക്കായിട്ട് ഒരാൾ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നു. അതിൻ്റെ കഴുത്തിൽ സ്ട്രാങ്കുലേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ലിഗേച്ചർ, അതിൻ്റെ തുണി കൊണ്ട് കഴുത്ത് വലിച്ച് മുറുക്കിയാണ് കൊല്ലപ്പെടുത്തിയിരിക്കുന്നത്. ശരീരത്തിലൊരു വസ്ത്രം പോലും ഇല്ല, ആകെയുള്ള ഒരു ജട്ടി മാത്രമാണുള്ളത്. അത്തരമൊരു കേസ് ചെറുത്തി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടായി നിന്നു. ഞാൻ ആ കേസിൻ്റെ ഞാനും ടീമും കുറേ അന്വേഷിച്ച് നടന്നതാണ്. നമുക്ക് കൊല്ലപ്പെട്ടവൻ ആരെന്ന് പോലും യാതൊരു തെളിവും കിട്ടിയില്ല. ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് എന്തിനാണ് കൊന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. ശരീരത്തിലൊരു വസ്ത്രം പോലുമില്ല തെളിവിനായിട്ട്, ആകെ ഉള്ളതൊരു പുതിയ ജട്ടിയാണ്. ആ കമ്പനി ഞാൻ പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. എന്തായാലും ഞാൻ ആ കമ്പനി എടുത്ത് കമ്പനിയുമായി ബന്ധപ്പെട്ട്, തമിഴ്നാട്ടിലെവിടെയുള്ളൊരു കമ്പനിയാണത്, അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ തൃശ്ശൂരിലെ ഡിസ്ട്രിബ്യൂട്ടർമാർ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരെ ബന്ധപ്പെട്ട് ആ ഡിസ്ട്രിബ്യൂട്ടർമാരുമായി ബന്ധപ്പെട്ട് ഈ ചെറുത്തി, പഴയന്നൂർ, ചെറുത്തി, അങ്ങനെ ആ പാലക്കാടിൻ്റെ ഏരിയകളിൽ എവിടേക്കാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ടായി. പിന്നെ അതിലൊരു മാനസിക രോഗിയായിട്ടുള്ള ആ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ള വേറെ ആളെ പിടിച്ച് ചോദ്യം ചെയ്ത്, അങ്ങനെ ഒരുപാട് അന്വേഷണം നടത്തിയിട്ടും നമുക്ക് ഈ കേസിൽ കൊല്ലപ്പെട്ടവനെ പോലും കണ്ടെത്താൻ കഴിയാണ്ട് പിന്നീട് ആ കേസ് ഞങ്ങൾ ഉപേക്ഷിച്ച് പിന്നെ അത് അൺഡിറ്റക്റ്റഡായിട്ട് എഴുതി തള്ളിയുണ്ടായി. പക്ഷേ ആ കേസിൽ ഷജീറിനെ കൂട്ടാളികളെയും പല പ്രാവശ്യം നമ്മൾ വിളിച്ച് ചോദിക്കേണ്ടായി. അപ്പോൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളന്ന് ലൈവ് ഉണ്ടായിരുന്നവർ പുഴയ്ക്ക് കുറച്ചപ്പുറത്ത്, അവരെപ്പോഴും പുഴയിൽ സാന്നിധ്യമുള്ള ആളുകളാണ്. പുഴയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സാന്നിധ്യം ഉണ്ടാകുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ മൊഴി പ്രകാരം അവർ ഞങ്ങൾ അപ്പുറത്തായിരുന്നു സാർ, സ്കൂളിൻ്റെ ആ ഭാഗത്ത് മറ്റേ റെയിൽവേ തീരത്തായിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത് എന്നൊക്കെയുള്ള ഒരു മുഴഞ്ഞ ന്യായങ്ങളും കാര്യങ്ങളും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. നമുക്കാണെങ്കിൽ ഇവരെ ഇതിലേക്ക് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു എവിഡൻസുകളൊന്നുമില്ല. കൊല്ലപ്പെട്ടത് ആരെന്ന് പോലും നമുക്കറിയുന്നില്ല. എത്ര അന്വേഷിച്ചിട്ടും അതിൻ്റെ ഏത് വിധത്തിലും അന്വേഷിച്ചിട്ടും അറിഞ്ഞില്ല. പക്ഷേ അത്തരത്തിലൊരു കേസാണ് പിന്നീട് ഷജീറിൻ്റെ പേരിൽ വേറെ രജിസ്റ്റർ ചെയ്ത്. ഇതേപോലെ തന്നെ പുഴയുടെ മറ്റൊരു ഭാഗത്ത് കൊടുന്ന് കുത്തിക്കൊന്നൊരു കേസ്
ഉണ്ടായിരുന്നു. ആ കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് ഷജീർ അകത്തായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത്തരം സംഭവങ്ങൾ നിത്യസംഭവങ്ങളാണ് ഈ ഷൊർണൂർ, അതിൻ്റെ പുഴ, അതിൻ്റെ പരിസരങ്ങൾ, ശ്മശാനം, ചെറുതുരുത്തിയിലെ ആ പുഴക്കര, അവിടുത്തെ അമ്പലം, അതിൻ്റെ ആ താഴ്ഭാഗം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ഏരിയകൾ ഈ ക്രിമിനൽസിൻ്റെ വിളയാട്ടമുള്ള സ്ഥലങ്ങളാണ്. ബാറുകളും രാത്രി ഈ കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്രിമിനൽസിന് വരാനും പോവാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും വസ്ത്രം മാറാനും മറ്റു അവരുടെ സ്ത്രീ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഇതിനൊക്കെ സൗകര്യങ്ങളുള്ള ഒരു ഇടമാണ് ഷൊർണൂർ ചെറുതുരുത്തിയിലെ ആ ഏരിയ. അതേമാതിരിക്ക് യാത്ര ചെയ്യാനും ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിൽ ട്രെയിന് പോകാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാ ക്രിമിനൽസുകളും വന്ന് അടിയുന്ന ഒരു ഏരിയയാണ് ഷൊർണൂരിൻ്റെ ഭാഗങ്ങൾ, ഷൊർണൂർ ചെറുതുരുത്തിയുടെ ഭാഗങ്ങൾ. അത് പണ്ട് കാലത്തൊക്കെ, ഇപ്പോഴല്ല, കുറേ മുമ്പൊക്കെ ഞങ്ങൾ ഇതുപോലെ സംശയകരമായ രീതിയിൽ ആളുകളെ കാണുക കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് സ്റ്റേഷനിൽ പ്രിവെൻറ്റീവ് അറസ്റ്റ് നടത്തി, അല്ലെങ്കിൽ 41 പ്രകാരം കേസെടുത്തിരുന്നു. 41 സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ട് രാത്രി കാലങ്ങളിൽ കാണപ്പെടുമ്പോൾ നമ്മൾ 41 കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിലിടും. ഇന്നിപ്പോൾ കോടതിയുടെ ഉത്തരവ് പ്രകാരം ആ 41 എന്നുള്ള സെക്ഷനെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. 41 സംശയകരമായി പിടിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുന്ന ആ സംഭവം അത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല. എന്നാലും നമുക്ക് 401 പ്രകാരമുള്ള അറസ്റ്റുകൾ പലപ്പോഴും നടത്തണം. 401 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ മറ്റുള്ളവരുമായി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും നമ്മളൊരാളെ പിടിച്ചു കഴിഞ്ഞാൽ അയാൾ ഏതെങ്കിലും കേസിലെ പ്രതികളായിരിക്കും, അവരുടെ കൂടെ വേറും കള്ളന്മാരുണ്ടാവും. അത്തരം കേസുകളിലൊക്കെയാണെങ്കിൽ നമുക്ക് അങ്ങനെ 401 ആയിട്ട് അവരുടെ ഗൂഢാലോചന കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചനയായിട്ട് പിടിക്കുക. പക്ഷേ അവർ ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്തരം പണ്ടൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നത് ആ ഷൊർണൂർ ഭാഗത്തുനിന്ന് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇതേമാതിരി കുറേ പ്രോസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇവർക്കൊരു താവളമാണ്, ഇവർക്കൊരു വിളനിലമാണ് ഷൊർണൂരിൻ്റെ ആ പരിസരം ഏരിയകൾ. പക്ഷേ അവിടെ പോലീസിൻ്റെ നിരന്തരമായിട്ടുള്ള സാന്നിധ്യം മൂലം അത് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ പഴയ പ്രിവെൻറ്റീവ് അറസ്റ്റൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ലാഭം അവർക്കുണ്ട്. ഷജീർ ഇപ്പോൾ വലിയ തലവേദനയാണ്, സമൂഹത്തിന് വലിയ തലവേദനയാണ് ഷജീറിൻ്റെ അനിയനും മറ്റുള്ളവരൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു ചെറിയ പയ്യനെ തട്ടിക്കൊണ്ടുപോയി 10,000 രൂപയും കാറും തട്ടിയെടുത്തു. എന്നിട്ട് ഇപ്പോൾ ജയിലിലാണ് ഇപ്പോൾ അവർ. അപ്പോൾ ആ ഒരു വലിയ ഫോക്കസ് തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ഷജീർ അന്ന് 19ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഷജീറിനെ ഞങ്ങൾ പിടിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ ക്രിമിനലായി മാറി ഷജീർ നാട് ഉറപ്പിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ജയിലിലാണ്, 10 ദിവസമായിട്ട് ജയിലിലാണ് തോന്നുന്നുണ്ട്. അതാണ് ഈ ഷജീറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ്. അങ്ങനെ ചെറുതുരുത്തിയിൽ ഷജീർ ഒരു തലവേദന തന്നെയാണ് എല്ലാവർക്കും, ഷജീറിൻ്റെ അനിയനും. അപ്പോൾ ഇവർ കള്ളു കുടിച്ചിട്ടിരിക്കുമ്പോൾ ഇപ്പം പറയും, ഇത്രയും വിനോദ് പറയും, എനിക്ക് ഈ മനുഷ്യമാംസമൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ഇതിങ്ങനെ വറുത്തിട്ട് അതും കള്ളും കൂട്ടി കുടിക്കാനെന്ന് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ബ്രൂട്ടലായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ ആളാണ് ഈ വിനോദ്. അപ്പോൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മനുഷ്യമാംസമൊക്കെ ഇങ്ങനെ അരിഞ്ഞ് അതൊക്കെ പൊരിച്ചിട്ട് കള്ളു കുടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതേമാതിരിക്ക് അവൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്. ഈ കത്തിക്കൊക്കെ നല്ല മറ്റേ രാശിയുള്ള കത്തിയാണെന്ന് പണ്ട് ഇങ്ങനെ കാണിക്കും ഇത്ര എപ്പോഴും.